നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കമ്പനി LGS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 3-4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒട്ടും മിസ്സാക്കരുത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ക്ലാസ്സിലേക്ക് പോയാലോ? ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട വെറുതെ പോകരുതേ, ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവാ. പിന്നെ നമ്മുടെ ചാനലിനെ പറ്റി എല്ലാവരെയും ഒന്ന് അറിയിക്കാം. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത്. ശരിയാണ്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. ശരി. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ശരി. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അൽ അമീൻ പത്രം ആരംഭിച്ച വർഷമേത് ചോദിച്ചിട്ടുണ്ട്. 1924 കോഴിക്കോട് നിന്നുമാണ് അൽ അമീൻ പത്രം ആരംഭിച്ചത്. ഇതിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അൽ അമീൻ എന്ന പത്രത്തിന്റെ പ്രസാധകൻ ആരാണെന്ന് ചോദിച്ചാലും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഈ അൽ അമീൻ പത്രം 1939 ബ്രിട്ടീഷ് സർക്കാർ നിരോധിക്കാൻ കാരണമായ ഒരു ലേഖനമുണ്ടായിരുന്നു. ഈ പത്രത്തിൽ അച്ചടിച്ചു വന്ന ആ ലേഖനത്തിന്റെ പേരാണ് കോൺഗ്രസും യുദ്ധവും. കോൺഗ്രസും യുദ്ധവും. കേരള കൗമുദി പത്രത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരട്ടെ. PSC ചോദിച്ചിട്ടുള്ളത്. കേരള കൗമുദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1911. എവിടെ നിന്ന്? കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്ന്. കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? CV കുഞ്ഞിരാമനാണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരള കൗമുദിയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആരാണ്? CV കുഞ്ഞിരാമൻ. കേരള കൗമുദി പത്രം ദിനപത്രമായത്, ദാറ്റ് ഈസ് ഡെയിലി വരുന്ന പത്രം, ഡെയിലി ആയത് 1940 1940. സ്വദേശാഭിമാനി പത്രത്തെ പറ്റി PSC എപ്പോഴും ചോദിക്കാറുണ്ട്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര്? അതിന്റെ പത്രാധിപർ ആര്? ഇത് രണ്ടും മാറിപ്പോരുത്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. ആദ്യത്തെ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ CP ഗോവിന്ദപിള്ളയാണ്. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്ന കാലഘട്ടം ചോദിച്ചാൽ 1906 മുതൽ 1910 വരെയാണ്. 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. എവിടെ നിന്നാണ് ആരംഭിച്ചത്? അഞ്ചുതെങ്ങിൽ നിന്നാണ് ആരംഭിച്ചത്. 1906 മുതൽ 10 വരെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്നത്. ഈ പത്രവും കണ്ടുകെട്ടി. ഈ പത്രവും നിരോധിച്ചു. ഈ പത്രം നിരോധിക്കാനുള്ള കാരണം എന്താണ്? ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഖജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ട് 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ ഈ പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ എങ്ങോട്ടാണ് നാട് കടത്തിയത് എന്ന് ചോദിച്ചാൽ തിരുനെൽവേലിയിലേക്കാണ് നാട് കടത്തിയത്. വർഷം ഏതാ? 1910 സെപ്റ്റംബർ മാസം 26 തിരുനെൽവേലിയിലേക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത് എന്ന് ഓർക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ 4 മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി. തന്നിട്ടുള്ളതെല്ലാം 2024 പുരസ്കാര ജേതാക്കളാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ. വയലാർ പുരസ്കാരം 2024 വയലാർ പുരസ്കാര ജേതാവാണ് അശോകൻ ചരുവിൽ. കേരള ജ്യോതി പുരസ്കാരം 2024 MK സാനു. ഓടക്കുഴൽ പുരസ്കാരം 2024 ലഭിച്ചത് D വിനയചന്ദ്രന് അല്ല. അതുകൊണ്ടാണ് 4 മാത്രം ഇവിടെ തെറ്റായ ജോഡി വന്നത്. ആർക്കാണ് ലഭിച്ചത് 2024 ഓടക്കുഴൽ പുരസ്കാരം? അത് നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാമോ? 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? കൃതി പറയാം. ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത് എന്ന് പറയാം. ഗോപ എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ ആരാണ് അദ്ദേഹം? താഴെ നിന്ന് കമന്റ് ചെയ്യൂ.
എഴുത്തച്ഛൻ പുരസ്കാരം 2025 ആർക്കാണ് ലഭിച്ചത്? KG ശങ്കരപിള്ള. വയലാർ അവാർഡ് 2025 ലഭിച്ചത് ആർക്കാണ്? E സന്തോഷ് കുമാർ. കൃതി തപോമയിയുടെ അച്ഛൻ. ഇനി കേരള ജ്യോതി പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? MR രാഘവ വാര്യർ. ഓടക്കുഴൽ പുരസ്കാരം 2025 ലഭിച്ചത് EP രാജഗോപാലൻ. ഉൾക്കഥ എന്ന കൃതിക്കാണ് 2025 പുരസ്കാരം ഇദ്ദേഹത്തിന് ആർക്ക് ലഭിച്ചത്? EP രാജഗോപാലന് ലഭിച്ചത്. അപ്പോൾ നിങ്ങളോടുള്ള ഇന്നത്തെ ചോദ്യം എന്തുവായിരുന്നു? 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? താഴെ കമന്റ് ചെയ്തേക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ശരിയായ കാലഗണനാക്രമം: ആദ്യം നടന്നത് മലബാർ കലാപം, രണ്ടാമത് ക്ഷേത്രപ്രവേശന വിളംബരം, മൂന്നാമത് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം, നാലാമത് അതിർത്തി ഗാന്ധിയുടെ മരണം. അപ്പൊ മലബാർ കലാപം വർഷം പറയൂ. 1921. ക്ഷേത്രപ്രവേശന വിളംബരം വർഷം പറയൂ. 1936. ജവഹർലാൽ നെഹ്റു വർഷം പറയൂ. അദ്ദേഹത്തിന്റെ മരണം 1964. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി അന്തരിച്ചത് 1988 പാകിസ്ഥാനിൽ വെച്ചാണ് ഇദ്ദേഹം അന്തരിച്ചത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി, അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, മലബാർ കലാപം ഇങ്ങെടുക്കാം. കുറച്ച് പോയിന്റ്സ് പറയട്ടെ. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? തിരൂരങ്ങാടി. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ കലാപമാണ്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് 1921 ഓഗസ്റ്റ് മാസം 20 പൂക്കോട്ടൂർ കലാപമാണ് മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ മലബാർ കലാപമാണ്. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആയിരുന്നു. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയുടെ പേരെന്ത്? ഇമ്പോർട്ടന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കമ്മത്ത് ചിന്നമ്മ. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം ഏത്? വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാ? 1921 നവംബർ മാസം 10 വാഗൺ ട്രാജഡി നടന്നത് എന്ന് ഓർക്കുക. കലാപകാരികളെ കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക്, മലബാർ കലാപകാരികളെ കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ചു കൊണ്ടുപോയി. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര്? TH ഹിച്ച്കോക്ക് ആണ്. TS ഹിച്ച്കോക്ക്. ഇനി വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏത് എന്ന് ചോദിച്ചാൽ പോത്തന്നൂർ സ്റ്റേഷനാണ്. പോത്തന്നൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എത്ര ആൾക്കാരാണ്? 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവം. SCRTയിലെ 72 പേരെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന്റെ പേരാണ് AR നേപ്പ് കമ്മീഷൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? സുമിത് സർക്കാർ ആണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂരാണ്. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കുറച്ച് കൃതികൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, വളരെ ഇമ്പോർട്ടന്റ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ ഒരു കൃതി രചിച്ചു. ആ കൃതിയുടെ പേരെന്താണ്? ദുരവസ്ഥ. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? K മാധവൻ നായർ. ഖിലാഫത്ത് സ്മരണകൾ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതിയുടെ രചയിതാവ് M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉറൂബ്. PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വില്യം ലോഗൻ. മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി ഒരു സിനിമ സംവിധാനം ചെയ്തല്ലോ, ആ സിനിമയുടെ പേരെന്താ? 1921. നായകൻ ആരായിരുന്നു? മമ്മൂട്ടി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ? അടുത്ത ചോദ്യം, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17. KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്.
അപ്പൊ കൊച്ചി മെട്രോയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റിപ്പോയി? ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിലാണോ കൊച്ചി മെട്രോ? അല്ല, 8ാമത്തെ മെട്രോ റെയിലാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആര്? നരേന്ദ്രമോദിയാണ്. എത്രാമത്തെ മെട്രോയാണ്? 8ാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ എന്ന് ഓർക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എവിടെയാ നിലവിൽ വന്നത്? ഇന്ത്യയിൽ ആദ്യമായി മെട്രോ വന്നത് കൊൽക്കത്തയിലാണ്. 2ാമതായി മെട്രോ വന്നത് ഡൽഹിയിലാണ്. 8ാമതായി മെട്രോ വന്നത് കൊച്ചിയിലാണ്. കൊച്ചി മെട്രോയുടെ ആദ്യത്തെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഇ ശ്രീധരൻ. ഡൽഹി മെട്രോ കോർപ്പറേഷന്റെ ചെയർമാനായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാലും ഇ ശ്രീധരനാണ്. ഇ ശ്രീധരൻ. കൊച്ചി മെട്രോയ്ക്ക് തറക്കല്ലിട്ട പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. ഈ കൊച്ചി മെട്രോയുടെ ആദ്യത്തെ MD ആരായിരുന്നു? ഏലിയാസ് ജോർജ് ആണ്. ഏലിയാസ് ജോർജ്. ആദ്യത്തെ പ്രോജക്ട് ഡയറക്ടർ ഇ ശ്രീധരൻ. മെട്രോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇ ശ്രീധരൻ. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത സമയത്ത് 2017 കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ ആയിരുന്നു. കുടുംബശ്രീയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ, അത് കൊച്ചി മെട്രോ തന്നെയാണ്. ട്രാൻസ്ജെൻഡറുകൾക്ക് ജോലി നൽകുന്ന ആദ്യത്തെ സർക്കാർ കമ്പനി കൂടിയാണ് കൊച്ചി മെട്രോ എന്ന് ഓർക്കുക. ഇനി കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിച്ചത് ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. ആ കമ്പനിയുടെ പേരെന്താ? ആൽസ്റ്റോം എന്നതാണ്. ആൽസ്റ്റോം. അപ്പൊ ഇതിവിടെ നിൽക്കട്ടെ. നമുക്കിനി കണ്ണൂർ ജില്ലയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. കണ്ണൂർ ജില്ലയെ പറ്റി PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ. കണ്ണൂർ ജില്ലയിലാണ് കരിവെള്ളൂർ സമരം നടന്നത്. കരി എഴുതുന്നത് കണ്ണിലല്ലേ? അപ്പൊ കണ്ണൂർ ജില്ലയിലാണ് കരിവെള്ളൂർ സമരം നടന്നത്. വർഷം ഏതാ? 1946. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഏത് നദി എന്ന് ചോദിച്ചാൽ അഞ്ചരക്കണ്ടി പുഴയിലാണ്. അഞ്ചരക്കണ്ടി പുഴ. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യ ഭൂരഹിതരില്ലാത്ത ജില്ല കണ്ണൂർ ജില്ലയാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയാണ്. ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂർ ജില്ലയാണെന്ന് ഓർക്കുക. കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 100-ലധികം ചോദ്യങ്ങൾ ഈ ഒറ്റ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം പറയൂ. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ശ്രീരംഗപട്ടണം ഉടമ്പടി വർഷം പറയൂ. 1792. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാ? 1809. കുറിച്ചി ലഹള നടന്ന വർഷം ഏതാ? 1812. ചാന്നാർ ലഹള നടന്ന വർഷം ഏതാ? 1859. മലയാളി മെമ്മോറിയൽ വർഷം പറയൂ. 1891. ഈഴവ മെമ്മോറിയൽ വർഷം പറയൂ. 1896. 1896. ഇവിടെ വരെ നിൽക്കട്ടെ. ബാക്കി വർഷങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഓരോ വർഷവും ഒന്ന് റാൻഡം ആയിട്ട് ചോദിക്കട്ടെ. 1792 എന്താ സംഭവം? ശ്രീരംഗപട്ടണം സന്ധി. 1859 എന്താ സംഭവം? 1859 ചാന്നാർ ലഹളയാണ്. 1896 എന്താ സംഭവം? ഈഴവ മെമ്മോറിയൽ. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് കരുതുകയാണ്. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന LDC 2027 പരീക്ഷയ്ക്ക് വേണ്ടി പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ഇനി കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. സീറ്റ്സ് ഒക്കെ ഫിൽ ആവാറായി. അപ്പൊ നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിക്കുക. ഇന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തോളാം. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. ചെക്ക് ചെയ്യണം. ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ 100 ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു.